ചിറകൊടിഞ്ഞ തത്തയും മിന്നുവും. ഒരു അവധി ദിവസം രാവിലെ മിന്നു ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവളോട് കുശലം പറയാൻ ക്രോക്കോ എത്തിയത്. കുഞ്ഞു ചിറകുകൾ ഇളക്കി കുസൃതി കണ്ണുകളോടെ പറന്നു വന്ന ക്രോക്കോ മിന്നുവിന്റെ തോളിലിരുന്നു. മിന്നു, ഇന്ന് നമുക്ക് കളിക്കണ്ടേ? ക്രോക്കോ ചോദിച്ചു. പെട്ടെന്നാണ് ആകാശത്ത് നിന്നൊരു പക്ഷി താഴേക്ക് വീണത്. ക്രോക്കോ മിന്നുവും ഓടിച്ചെന്നു. നോക്കിയപ്പോഴോ അത് ചിറകിന് പരിക്കേറ്റ ഒരു ചെറിയ തത്തമ്മയായിരുന്നു. പറക്കാൻ കഴിയാതെ അത് പേടിയോടെ കുഞ്ഞു കണ്ണുകൾ ചിമ്മി അവരെ നോക്കി. പേടിക്കേണ്ട, ഞങ്ങൾ നിന്റെ കൂട്ടുകാരാണ്. ക്രോക്കോ തത്തമ്മയുടെ അടുത്തേക്ക് പതുക്കെ നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. മിന്നു പതിയെ തത്തമ്മയെ കയ്യിലെടുത്തു. ക്രോക്കുവിനോട് യാത്ര പറഞ്ഞ് അവൾ തത്തമ്മയുമായി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോ മിന്നുവിന്റെ കൂട്ടുകാരൻ ബൂബു തേനീച്ചയും അവിടെ ഉണ്ടായിരുന്നു. ബൂബു പറഞ്ഞതനുസരിച്ച് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവും ധാന്യമണികളും ഒക്കെ മിന്നു തത്തമ്മയ്ക്ക് നൽകി. മിന്നു മുറിവിൽ മരുന്ന് പുരട്ടി സ്നേഹത്തോടെ പരിചരിച്ചു. തത്തമ്മയ്ക്ക് ഒട്ടും പേടി തോന്നാതിരിക്കാനായി ഈ സമയം ബൂബു പാട്ടുകൾ പാടിക്കൊടുക്കുകയും തമാശകൾ കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിന്നുവിന്റെ പരിചരണവും ബൂബുവിന്റെ കൂട്ടും കാരണം തത്തമ്മ പൂർണ്ണ ആരോഗ്യവാനായി. അത് മുറിക്കുള്ളിൽ ചെറിയ രീതിയിൽ പറക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ തത്തമ്മ ജനലരികിലിരുന്ന് ചിറകടിച്ചു. അത് സ്വന്തം വീടായ കാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണെന്ന് മിന്നുവിനും ബൂബുവിനും മനസ്സിലായി. മിന്നു ജനൽ പൂർണ്ണമായി തുറന്നു കൊടുത്തു. തത്തമ്മ പുറത്തേക്ക് പറക്കും മുൻപ് മിന്നുവിന്റെ കയ്യിലും ബൂബുവിന്റെ ചിറകിലും പതുക്കെ തൊട്ട് നന്ദി പറഞ്ഞു. അതിനുശേഷം അത് സന്തോഷത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു. തത്തമ്മ പറക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ മിന്നു? ബൂബു ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. അതെ ബൂബു, മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം മനസ്സിലായോ? ആപത്തിൽപ്പെടുന്ന ജീവികളെ സഹായിക്കുന്നതും അവയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമാണ് യഥാർത്ഥ സ്നേഹം. കഥ ഇഷ്ടായോ? എങ്കിൽ മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. കൊച്ചു പൂച്ചയെ രക്ഷിച്ച മിന്നു. ഒരു ദിവസം വൈകുന്നേരം മിന്നു സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുമ്പോ വഴിയരികിൽ നിന്നൊരു പൂച്ചക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടു. അപ്പുകുതിര പറക്കോ? പണ്ട് പണ്ട് ഒരു സുന്ദരമായ വനത്തില് കാറ്റുപോലെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു ചെറിയ കുതിരക്കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് അപ്പു എന്നായിരുന്നു. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനോരമ ഓൺലൈൻ എൻകിഡ്.